മായ, ഗംഗ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ കാണാതെ ഞങ്ങളൊക്കെ എത്ര ടെൻഷനായെന്നറിയോ? രുദ്ര, നീ ഇവളെ കിഡ്നാപ്പ് ചെയ്തേ ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ്. ആണെങ്കിൽ ഇവളെ വിട്ടയക്കണം. നീ അവിടുന്ന് മാറി നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ പപ്പായെ ഒരു കൂട്ടം ആൾക്കാർ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് പപ്പയൊക്കെയാണോ? ആടി, പപ്പ ഒക്കെയാണ്. പക്ഷേ പപ്പയ്ക്ക് എങ്ങനെ ഉണ്ടായത്? രുദ്ര ഇല്ലാത്തതുകൊണ്ടാണ്. പപ്പയുടെ ധൈര്യം ഇവനായിരുന്നു എന്നൊക്കെ പപ്പ അന്നാ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ വന്നത് ഇവൻ്റെ ആൾക്കാരാണ്. രുദ്ര, ഞാൻ എല്ലാം മനസ്സിലാക്കാൻ കുറേ വൈകി. പക്ഷെ വൈകിയാണേലും ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ക്ഷമിക്കണം. രുദ്ര, രുദ്ര നിൽക്ക്. അവൻ പോയല്ലോ. നീ ഓക്കെ അല്ലേ? നീയും എന്നോട് ക്ഷമിക്കണം. എന്നോട് ഞാൻ കാണിച്ചതൊന്നും ശരിയല്ല. നീ പെട്ടെന്ന് ഒരു നാൾ വല്ലാണ്ട് സൈലൻ്റായി. എല്ലാത്തിൽ നിന്നും മാറി നിന്നപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നീ രുദ്ര ഇല്ലാണ്ടായപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി. മായ, നീ ആദ്യം ശ്വാസം എടുക്കുക. മനസ്സിൽ ഒരുപാട് പറയാനുണ്ടായിരുന്നു. അതാ ഒറ്റയടിക്ക് എല്ലാം തെറ്റായിപ്പോയി മായ. എന്ത് തെറ്റ്? അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. നീ പറഞ്ഞില്ലേ ഒരു നാൾ ഞാൻ പെട്ടെന്ന് സൈലൻ്റ് ആയിപ്പോയെന്ന്? അത് ഡിപ്രഷനായിരുന്നു. ചിത്രം മരിച്ചോണ്ടോ നിങ്ങൾ കളിയാക്കിയതുപോലെ എൻ്റെ പുറകെ നടന്നവൻ മരിച്ചതുകൊണ്ടോ ഒന്നുമല്ല. പകരം അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി എന്നെയും എൻ്റെ ഫ്രണ്ടായ ചിത്രയും ശാരീരികമായി ഉപദ്രവിക്കാൻ നോക്കി. എങ്ങനെ ഓടി രക്ഷപ്പെടുന്ന നേരം ചിത്ര എനിക്ക് നഷ്ടമായി. മാനം നഷ്ടപ്പെടാതെ ഞാൻ ഓടി. പക്ഷെ അവർ കൊന്നു കളഞ്ഞു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് മുറിയിൽ നിന്ന് പുറത്തു വരാതെ ഇരുന്നത് ഞാൻ പേടിച്ചിട്ടാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചിത്രയെ കൊന്നവരെ നമ്മുടെ അടുത്ത മാഫിയ ഗ്രൂപ്പ് കൊന്നു. ആ മാഫിയ ഗ്രൂപ്പ് ദൈവത്തിൻ്റെ മാലാഖമാരാണെന്ന് എനിക്ക് അന്ന് തോന്നി. അതിനുശേഷം ഞാൻ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ രുദ്രയുടെ മാഫിയ ഗ്രൂപ്പിനെ പറ്റി അറിഞ്ഞത്. ഒരു സാഹചര്യത്തിൽ എനിക്കവനെ കാണാനും അവസരം ഉണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവന്മാരെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അമ്മ അത് നോക്കി. അപ്പോൾ ആ മുഖത്തുള്ള ആ സന്തോഷം അത് കൊടുക്കാൻ രുദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചില്ലറക്കാരനല്ലെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്. അദ്ദേഹം സ്നേഹിച്ചത് നിന്നെയായിരുന്നെന്ന് അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കുറേ വൈകി. ഞാൻ എന്താടാ ചെയ്യുക? ഗംഗ അവളെൻ്റെ ഭാര്യ, മായ മൈ ഫസ്റ്റ് ലവ്. എല്ലാം ഒരു തെറ്റിദ്ധാരണ കാരണമാണ് ഉണ്ടായത്. രുദ്ര, ഇതിൽ നിനക്ക് ഇത്ര ഡൗട്ട് തോന്നാനും മാത്രം എന്താ ഉള്ളത്? മായ ഒരിക്കലും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. നീ അവളെ ആദ്യം സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നിന്നെ സ്നേഹിച്ച് നിന്റെ ഭാര്യനെ വേണ്ടെന്ന് വെക്കും നീ. ഇപ്പം അവളാണ് നിന്റെ എല്ലാം. ഈ മായ വന്നില്ലായിരുന്നു ഒന്നും അറിയാതെ അവളുടെ കൂടെ നീ ഹാപ്പി ആയി തന്നെ ജീവിക്കാറുന്നില്ല. എടാ, എല്ലാ അർത്ഥം കൊണ്ടും ഗംഗയല്ലേ നിന്റെ സ്വന്തം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എൻ്റെ സ്നേഹം കൊണ്ട് വീട് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു നാൾ ഞാൻ അറിഞ്ഞു ചിത്രനെ കൊന്നവരെ ഏട്ടനെ കൊന്നേന്ന്. അന്ന് ഞാൻ അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും കീഴടങ്ങി. പിന്നീട് എപ്പോഴും അദ്ദേഹം നിന്നെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് വളരെ വൈകിയിരുന്നു. അതുകൊണ്ട് സ്വാർത്ഥതയാവാം. എന്നാലും അദ്ദേഹം സ്നേഹിച്ചത് എന്നെ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് വേറെ കിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഹാപ്പിയായിട്ട് ജീവിച്ചിട്ടില്ല മായ. എൻ്റെ എല്ലാ സന്തോഷവും അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നിന്നെ വേണമെന്നാണെങ്കിൽ ഞാൻ വഴിമാറിത്തരും. കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷം എനിക്ക് വലുത്. ഞാനിതൊന്നും അറിയാതെയാണ് ഗംഗ. എങ്ങനെയൊക്കെ നിന്റെ ഭർത്താവിന് ഞാൻ ഇനി ഉണ്ടാവില്ല. അത് നിന്റെ ഭർത്താവാണ്. ഞാനിനി ഒരിക്കലും ആ കണ്ണിലൂടെ രുദ്രയെ കാണില്ല. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ സത്യമൊക്കെ മറച്ചു വെച്ചതിന്. ഗംഗ, സത്യം മറച്ചു വെച്ചത് ശരിയായില്ല. നീ അത് പറയണമായിരുന്നു. എന്നാലും നീ എൻ്റെ ഭാര്യ അല്ലാതാവില്ല. മായയെ ഞാൻ സ്നേഹിച്ചു വന്നത് ശരിയാ. പക്ഷെ
നിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ ഓരോ നിമിഷവും ആ സ്നേഹം കൂടുമായിരുന്നു. അത് മായയോടുള്ള സ്നേഹമല്ല, നിന്നോടുള്ളത്. നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് അളവില്ലാത്ത കണക്കങ്ങ. ഗുഗു, ഞാൻ നിന്നെ അല്ലേ കെട്ടിയത്. എന്നെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് നീയല്ലേ. മായ, അവൾ എൻ്റെ ലൈഫിലൊരു മായയായി തന്നെ പൊക്കോളൂ. സ്ഥായിയായി ഗംഗയാണ്. എനിക്ക് നിന്നെ മതി ഈ ജീവിതം ജീവിച്ചു തീർക്കുക. കരയില്ലേ നീ? ഏട്ടാ, എന്തോ? ഞാനൊരു കാര്യം പറയട്ടെ. അതിന് ചോദിക്കണം എന്തിനു? നീ പറയടി. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമുക്ക് പുഞ്ചിക്കാൻ ഒരാളും കൂടെ വരുന്നുണ്ട്. എന്ത്? ഞാൻ 1.5 മാസം പ്രഗ്നന്റ് ആയിട്ടാ. Thank you so much, Gugu. I love you. I love you more, ഏട്ടാ. എടി, എനിക്ക് ആകെ എന്തോ പോലെ. ഒരെന്തോ ഇല്ല. ഏട്ടൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം നിന്റെ ചൈൽഡ്ഹുഡ് ക്രഷിനെ കണ്ടുപിടിച്ചിട്ട് വന്നേ. അപ്പോഴാണ്. എന്നാലും പുള്ളി ഇപ്പോൾ ഒരുപാട് മാറിക്കാണൂലേ? മാറിയിട്ടൊക്കെ ഉണ്ട്, ബട്ട് ആ മെയിൻ സാധനം ഇപ്പോഴും ഉണ്ട്. ആണോ? ആടി. ഗംഗേ, ഇത് കൊച്ചെണ്ണിക്കാറായിട്ടുണ്ടേ. ആ വരാം അമ്മ. ദേ അവരെത്തിട്ടോ. മായെ കണ്ണാടിയുടെ മുന്നിൽ എണീച്ചെന്ന് വേണ്ട. അളിയനിങ് എത്തി. എനിക്ക് നാണാ രുദ്ര. നിനക്ക് ആവക സാധനമൊക്കെ ഉണ്ടോ? ഇവനെ ഞാനിന്ന് ഐശ് ഒന്ന് അടങ്ങ്. ഏട്ടാ, കൊച്ചെണ്ണിക്കാറായിട്ടുണ്ട്, നിങ്ങളൊന്ന് എടുക്കുവോ? അതിന്റെ പെണ്ണ ഞാൻ എടുക്കാലോ ബേബി. ഐശ്, ഞാനാണോ ബേബി? ഒന്ന് പോയേട്ടാ. ഒന്ന് പോയ രണ്ടും കോപ്പ്. ആ നിങ്ങൾ ചെല്ല്, ഞാൻ കൊച്ചിനെടുത്തിട്ട് വരാം. അടിപൊളി സ്മൈല്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ടുള്ളത് പോയിട്ടില്ലെന്ന്. കൊണ്ടു കൊടുക്കില്ല. അപ്പൊ എങ്ങനാ ഈ കല്യാണം എല്ലാ പുറത്തുള്ള സ്ഥിതിക്ക് അങ്ങ് ഉറപ്പിക്കുമല്ലേ? പിന്നല്ലാതെ ചെക്കനും പെണ്ണിനും അന്യോന്യം ഇഷ്ടമാണ്. അതല്ലേ ഏറ്റവും വലിയ പൊരുത്തം. ഈ കല്യാണം നമ്മൾ ഉറപ്പിക്കുന്നു, അല്ല അച്ഛാ? പിന്നല്ലാതെ ഇവളെയും കൂടെ ഭദ്രമായ കൈകളിലേക്ക് ഏൽപ്പിച്ച സമാധാനമായി. വസുദേവന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ നിന്റെയും കല്യാണമായി. അത് നിന്റെ ചൈൽഡ്ഹുഡ് ക്രഷിന്റെ കൂടെ. അല്ല, ചെക്കനും പെണ്ണിനും വല്ല സംസാരിക്കണേ അങ്ങ് മാറി നിന്ന് സംസാരിക്കട്ടെ, അല്ലേ? അതെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഗംഗാമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആരും അറിയിച്ചില്ലല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു അങ്കിൾ, അല്ലേ ഏട്ടാ? കല്യാണം മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങുമോ ചേട്ടാ? രുദ്രമോനെ കാണാൻ കേട്ടോ. ശരിയാണ്. ഓ ആയിക്കോട്ടെ. എന്തൊക്കെയായിരുന്നു. ഡിംപിൾ സ്മൈൽ കണ്ടാ വീഴുന്ന ആളല്ല ഞാൻ. ചൈൽഡ്ഹുഡ് ക്രഷോ? അതാര്? എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. വാസുദേവോ? അയ്യേ, അയാളൊന്നും വേണ്ട, അയാള് ശരിയാവൂല. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? എന്തൊരു കഷ്ടമാ. എന്റെ സംശയമുള്ള മാറുന്ന നേരം കൂടെ ഒരു പൊപ്പോ പാസ്സാക്കിയൊന്നു. ഡാ രുദ്ര. അയ്യോ ഏട്ടാ, ദേ ശരിയാ, ദേ ഒരു ഹിക്കി. ദീ ഓടിക്കോ.